അതിശ്രേഷ്ഠൻ, എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ, എന്റെ ഹൃദയം കവർന്ന പ്രേമകാരൻ, സർവാംഗ സുന്ദരനേ, പതിനായിരത്തിൽ അതിശ്രേഷ്ഠൻ, എനിക്കേറ്റം പ്രിയമുള്ള എന്റെ ഹൃദയം കവർന്ന പ്രേമകാരൻ, സർവാംഗ സുന്ദരനേ. മരുഭൂമിയിൽ അർത്ഥപ്രാണനാ, ഒരു കണ്ണും കാണാതെ വിളിയപ്പോ ആ സ്നേഹക്കോടിയിൽ എന്നെ മറച്ചു, ഓമനപ്പേർ ചൊല്ലി എന്നെ മാറോടെ. മരുഭൂമിയിൽ അർത്ഥപ്രാണനാ, ഒരു കണ്ണും കാണാതെ വിതുമ്പിയപ്പോൾ സ്നേഹക്കോടിയിൽ എന്നെ മറച്ചു, ഓമനപ്പേർ ചൊല്ലി എന്നെ മാറോടണച്ചു. എന്റെ ഹൃദയത്തെ തൊടുവാൻ, മുറിവിൽ തലോടുവാൻ, യേശുവെ പോലാരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം എൻ ജീവിതത്തിലേകുമെന്ന യേശുവെ ഞാൻ ഒരിക്കലും തിരിച്ചതില്ല. ഓ, പതിനായിരത്തിൽ അതിശ്രേഷ്ഠൻ, എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ. പതിനായിരത്തിൽ അതിശ്രേഷ്ഠൻ, എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ, എന്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ, സർവാംഗ സുന്ദരയേശു, എന്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ, സർവാംഗ സുന്ദരയേശു. ഭയം ലേശം വേണ്ടിനിയും മമ യേശുവൻ അഭയം വൻതുമ്പനേരത്തിലും. ഓ യേശു താൻ എന്നോടിരിക്കും, വൻതുമ്പനേരത്തിലും. ഓ യേശു താൻ എന്നോട്. ദൈവസഭ ചേർന്ന് ശക്തിയോടെ ഒരിക്കൽ കൂടെ ഭയം ലേശം വേണ്ടിനിയും മമ യേശുവൻ അഭയം വൻതുമ്പനേരത്തിലും. യേശു താൻ എന്നോടിരിക്കും, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇല്ലായ്മകളുടെ നടുവിലും ദൈവം എൻ്റെ കൂടെ ഇരുന്നിട്ടുണ്ട്. ഇന്നലകളിൽ ഇന്നവൻ്റെ കൂടെയുണ്ട്, നാളെയും അവൻ വഴി നടത്തുവാനിടയാകും.
സ്നേഹിതരെ, ഒരൊറ്റ ദൂതന്റെ മുമ്പിൽ നിൽപ്പാൻ എനിക്കും നിങ്ങൾക്കും കഴിവില്ല. എന്നാൽ കോടാനുകോടി ദൂതന്മാരാൽ ആരാധ്യനായ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. നമ്മുടെ നാവുകൾ ദൈവിക സന്നിധിയിൽ അർപ്പിച്ച് ദൈവത്തിന് നന്ദി പറയുന്നത് ഉചിതമാണ്. അത് മനോഹരമാണ്, അത് ഉചിതമാണ്. ആയതിനാൽ നല്ലതുമെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ചേർന്ന് നമുക്കിങ്ങനെ പാടാം. സ്തുതിച്ചിടുവിൻ കീർത്തനങ്ങൾ ദേവന് പാടിടുവിൻ. സ്തുതിച്ചിടുവിൻ കീർത്തനങ്ങൾ ദേവനു പാടിടുവിൻ. സ്തുതിയുചിതം മനോഹരവും നല്ലതുമെന്നറിവിൻ. സ്തുതിച്ചിടുവിൻ കീർത്തനങ്ങൾ ദേവനു പാടിടുവിൻ. സ്തുതിയുചിതം മനോഹരവും നല്ലതുമെന്നറിവിൻ. ദേവാദിദേവനീ പാരിൽ വന്നു, പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. തിരുക്കരങ്ങൾ നിരത്തി വച്ചു, താരകങ്ങൾ ഗഗനേ. ഒരുക്കിയവൻ നമുക്കു രക്ഷാ മാർഗമതിനു മുൻപേ. തിരുക്കരങ്ങൾ നിരത്തി വച്ചു, താരകങ്ങൾ ഗഗനേ. ഒരുക്കിയവൻ നമുക്കു രക്ഷാ മാർഗമതിനു മുന്നേ. ദേവാദിദേവനീ പാരിൽ വന്നു, പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. കണ്ടില്ല കണ്ണുകളിൽ കരുണയിൻ കരചലനം, കേട്ടില്ല മാനവരിൻ കാതുകൾ തൻ വചനം. കണ്ടില്ല കണ്ടില്ല കണ്ണുകളിൽ കരുണയിൻ കരചലനം, കേട്ടില്ല മാനവരിൻ കാതുകൾ തൻ വചനം. ദേവാദിദേവനീ പാരിൽ വന്നു, പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. തലമുറയായി അവൻ നമുക്ക് നല്ലൊരു സങ്കേതമാണ്. പലമുറ നാം പാടിടുക പരമനു സങ്കീർത്തനം. തലമുറയായി അവൻ നമുക്ക് നല്ലൊരു സങ്കേതമാണ്. പലമുറ നാം പാടിടുക പരമനു സങ്കീർത്തനം. ദേവാദിദേവനീ പാരിൽ വന്നു, പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. ധ്യാനിക്കുവിൻ തൻ കൃപകൾ, പുകഴ്ത്തുവിൻ തൻ ക്രിയകൾ. മാനിതനാ തൻ നാമ മഹിമകൾ വർണ്ണിക്കുവേ. ധ്യാനിക്കുവിൻ തൻ കൃപകൾ, പുകഴ്ത്തുവിൻ
മഹിമകൾ വർണ്ണിക്കുവേ. ഓ ദേവാദിദേവനീ പാരിൽ വന്നു, പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. സ്തുതിച്ചിടുവിൻ, സ്തുതിച്ചിടുവിൻ, കീർത്തനങ്ങൾ ദേവനു പാടിയിടുവിൻ. ഓ സ്തുതിയുചിതം മനോഹരവും നല്ലതുമെന്നറിയുവിൻ. ഒരിക്കൽ കൂടെ സ്തുതിച്ചിടുവിൻ, സ്തുതിച്ചിടുവിൻ, കീർത്തനങ്ങൾ ദേവനു പാടിയിടുവിൻ. ഓ സ്തുതിയുചിതം മനോഹരവും നല്ലതുമെന്നറിവിൻ. ഓ ദേവാദിദേവനീ പാരിൽ വന്നു, പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. 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 ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എന്റെ യേശു ജീവിക്കും നായതിന, ഞാനും എന്നേക്കും ജീവിക്കയാ. എന്റെ യേശു ജീവിക്കും നായതിന, ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്റെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്റെ യേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൽ ഓരതര വിഷപ്പല്ലു തകർന്നതാകയാൽ. കൊല്ലുന്ന മരണത്തിൽ ഓരതര വിഷപ്പല്ലു തകർന്നതാകയാൽ. ഇനി തെല്ലും ഭയമില്ല മൃത്യുവിനെ ഞങ്ങൾ വെല്ലുവിളിക്കുകയായി. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എന്നേശു ജീവിക്കും നായതിനാൽ, ഞാനും എന്നേക്കും ജീവിക്കയായി. എന്നേശു ജീവിക്കും നായതിനാൽ, ഞാനും എന്നേക്കും ജീവിക്കയായി. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്റെ യേശുവത്രേ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്റെ യേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. 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 ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ്
തന്നിരിക്കുന്ന ദൈവത്തെ നാം നന്ദിയോടെ വാഴ്ത്തുമ്പോൾ എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ സൂരജ് ബ്രദർ പ്രാർത്ഥനയിൽ സഹായിക്കും. കർത്താവെ, ഭാരത്താലും മറ്റ് പ്രയാസത്താലും ആയിരിക്കുന്നല്ലോ കർത്താവെ, ഇന്ന് വചനം വായിച്ച് കർത്താവെ അങ്ങ് വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ശക്തി കർത്താവെ ഞങ്ങൾ ഓരോരുത്തരിലും ക്രിയ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് കർത്താവെ ബലപ്പെട്ട് കർത്താവെ സന്തോഷം പ്രാപിച്ച് ജയം പ്രാപിച്ച് മടങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ കർത്താവെ ഞങ്ങളെല്ലാവരെയും നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിടുവിച്ചാട്ടെ, സഹായിച്ചാട്ടെ. എല്ലാ വിഷയങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരിക്കലൂടെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന യാചന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്വാഗതത്തെയും വന്ദനങ്ങളെയും അറിയിക്കുന്നു. ഗ്രീറ്റിംഗ്സ് ടു ഓൾ ഇൻ ദ ബ്ലെസ്ഡ് നെയിം ഓഫ് ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. ദിസ് ഇസ് ദ ബ്ലെസ്ഡ് Sunday morning. God given us one more opportunity to gather here and praise and worship our Lord. In this morning, I am so happy to invite you in the presence of God. Last week, we know that we were traveled many places, but we faced different kinds of difficulties and sufferings in our life. But by the grace of God and the mighty power of the Holy Spirit, we are here and God gathered here. God enabled us to come here and worship our Lord. Once more, I give all thanks and glory to our Almighty God. Today, we are going to meditate from the Word of God. Our meditation title is, What Must We Do to Obtain Eternal Life? What must we do to obtain eternal life? This is the title we are going to meditate today here. For that, we are going to read Romans chapter 8, verse 13. The verse is written in this way: For if you live according to the flesh, you will die. But if by the Spirit you put to death the deeds of the body, you will live. This is the word we are going to meditate today here. And the 3 points we are going to meditate from there is the 3 stages of salvation, that is justification, sanctification, and glorification. I'm going to explain that afterwards. And the responsibility of a saved person is death. He must realize or understand the death through the flesh and the life through the spirit. These are the things we are going to explain here. These are the titles just I want to mention here. കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ദൈവിക സന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്ന വിഷയമെന്ന് പറയുന്നത് നിത്യജീവനെ പ്രാപിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? ഫോർ ദ ഇറ്റേണൽ ലൈഫ്, ഓർ വാട്ട് മസ്റ്റ് വി ഡു ടു ഒബ്റ്റെയിൻ ദിസ് ഇറ്റേണൽ ലൈഫ്? നിത്യജീവനെ പ്രാപിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? സ്തോത്രം. നമുക്ക് ഈ എല്ലാ ദൈവമക്കളുടെയും ജീവിതത്തിൽ അതിന് പ്ലീസ് റീഡ് ഇറ്റ് ഇൻ മലയാളം. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 13. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിലെ അല്ലെങ്കിൽ ലേഖനങ്ങളിലെ രാജ്ഞി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ലേഖനമാണ് ഈ റോമാലേഖനം. സത്യത്തിൽ റോമാലേഖനം പഠിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം 66 വേദപുസ്തകത്തിലെ ഈ 66 പുസ്തകങ്ങളും കൂടെ ഒരുമിച്ച് ചേർത്താൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന രക്ഷ, മാനസാന്തരം, രക്ഷ, സ്നാനം, പരിശുദ്ധാത്മാവ്, വിശുദ്ധ ജീവിതം, നിത്യത വരെയുള്ള കാര്യങ്ങൾ
ഈ റോമാലേഖനത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഈ റോമാലേഖനത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും. എന്നാൽ ഇന്ന് ഞാൻ ഈ ഒരു വാക്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ലാസ്റ്റ് വീക്ക് ഐ മെഡിറ്റേറ്റ് ഫ്രം ദിസ് വേർഡ് ഓഫ് ഗാഡ്, ഈ ദൈവവചനത്തിൽ നിന്നാണ് ഞാൻ ധ്യാനിക്കുവാൻ ഇടയായി തീർന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ. പ്രിയപ്പെട്ടവർ, ഒരാഴ്ച മുഴുവനും ഈ ഒരു വചനം എൻ്റെ ഹൃദയത്തിൽ കർത്താവ് ഇങ്ങനെ പരിവർത്തിച്ചു കൊണ്ടിരിക്കാനിടയായി. നമ്മുടെ ഒരു രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം, രക്ഷിക്കപ്പെട്ട ഒരാളിനെ സംബന്ധിച്ചിടത്തോളം, ആ ആളിൻ്റെ ജീവിതത്തിൽ അവൻ്റെ ആഗ്രഹം നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ളതാണ്. രക്ഷിക്കപ്പെട്ട ഒരാളിനെ സംബന്ധിച്ചിടത്തോളം നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ളതാണ്. എന്നാൽ രക്ഷിക്കപ്പെടാത്ത ഒരാൾ, അതിന് ഒരു പദം കൂടി ഞാൻ കടത്തി പറയാം, യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആഗ്രഹം മുഴുവൻ എന്തുവെന്ന് ചോദിച്ചാൽ നിത്യജീവൻ പ്രാപിക്കണം. എ ട്രൂലി സേവ്ഡ് പേഴ്സൺ ഓൾവേസ് ഡിസൈഡ് ഫോർ ദ ഇറ്റേണൽ ലൈഫ്. ശരിയായി രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ലോകത്തിലെ വിഷയങ്ങളൊന്നും അവനെ സംബന്ധിച്ച് ബാധിക്കപ്പെടുകയില്ല. അവന് നിത്യതയാണ് ഏറ്റവും വലുത്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭാഗത്തിൽ ഞാൻ പറയട്ടെ, രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്ക് ന്യായമായും രക്ഷയെക്കുറിച്ച് അറിയാവുന്ന പ്രിയപ്പെട്ടവർക്കറിയാം, അതിന് 3 ഘട്ടങ്ങളുണ്ട്, അല്ലെങ്കിൽ 3 തലങ്ങളുണ്ട് രക്ഷ എന്ന് പറയുമ്പോൾ. സാൽവേഷൻ ഹാസ് 3 സ്റ്റേജസ്. രക്ഷയ്ക്ക് 3 തലങ്ങളുണ്ട്. നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്, എന്നാൽ രക്ഷയുടെ 3 ഘട്ടങ്ങളുണ്ട്. ഇതിൽ ഏത് ഘട്ടത്തിലാണെന്ന് നിങ്ങൾ, അല്ലെങ്കിൽ ഇൻ വിച്ച് സ്റ്റേജ് ഐ ആം ഇൻ ദി സാൽവേഷൻ, നമ്മൾ രക്ഷയുടെ ഏത് ഘട്ടത്തിലാണെന്ന് ഇന്ന് നമുക്ക് എൻ്റെ കൂടെ നിന്ന് നിങ്ങളോട് ചിന്തിക്കാം. സാൽവേഷന് അല്ലെങ്കിൽ രക്ഷയ്ക്ക് 3 ഘട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞത് സാധാരണ പറയാറുണ്ട്, പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ പറയാറുണ്ട്. എന്നാൽ ഇതിനെ 3 പദപ്രയോഗങ്ങളാണ് ഈ റോമാലേഖനത്തിൽ അല്ലെങ്കിൽ നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ കഴിയുന്നത്. ഒരാൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ തൻ്റെ രക്ഷകനായി അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ, കാൽവറിയിൽ യേശുക്രിസ്തു മരിച്ച് എൻ്റെ പാപങ്ങളുടെ പ്രായശ്ചിത്തത്തിന് വേണ്ടി അവൻ മരിച്ചു, അവനെ ഞാൻ എൻ്റെ രക്ഷിതാവായി അംഗീകരിക്കുന്നുവെന്ന് പറഞ്ഞ ഒരാൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ കർത്താവ് അവനെ നീതീകരിച്ചിട്ട് എന്ത് ചെയ്യുന്നതെന്നറിയാമോ? അവനെ കർത്താവിൻ്റെ സന്നിധിയിൽ നിർത്തുന്നു. ഇതാണ് രക്ഷയുടെ 1ാമത്തെ പടിയെന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ജസ്റ്റിഫിക്കേഷൻ. ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സാൽവേഷൻ ഈസ് ജസ്റ്റിഫിക്കേഷൻ. അതിന് ഗ്രീക്ക് പദപ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത് എന്താ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഡിക്കായോസിസ് എന്ന ഒരു പദമാണ്, ഗ്രീക്ക് പദമാണ് ജസ്റ്റിഫിക്കേഷന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഡിക്കായോസിസ് എന്ന ഒരു ഗ്രീക്ക് പദമാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, എ ഡിക്ലറേഷൻ. ഡിക്കായോസിസ് മീൻസ് എ ഡിക്ലറേഷൻ, എ ലീഗൽ ഡിക്ലറേഷൻ ഓഫ് ബീയിങ് റൈച്ചസ് ഓർ മെയ്ഡ് റൈറ്റ് ഇൻ ഗോഡ്സ് സൈറ്റ് എന്ന് പറഞ്ഞാൽ, ഒരാളിനെ നമ്മളതിനെ നോർമലായി ഒരു ചിന്തിച്ചു കഴിഞ്ഞാൽ, ഈ ഡിക്കായോസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, നീതീകരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരാളെ വിചാരണ, കോടതി, ലീഗൽ ടേമാണ്. ഈ ജഡ്ജ്മെൻറ്റിലും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു പദമാണ്. ഈ പദത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഈ ഒരു മനുഷ്യനെ കുറ്റവിചാരണ നടത്തി താനൊരു കുറ്റക്കാരനല്ല എന്ന ബോധ്യം വന്നിട്ട് കുറ്റവിമുക്തനായി പ്രഖ്യാപിക്കുന്നതിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പദപ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ, തൻ്റെ കുറ്റങ്ങളെല്ലാം കൂടെ കോടതിയിൽ വരുമ്പോൾ അതിനെക്കുറിച്ച് വാദപ്രതിവാദങ്ങൾ നടന്ന് താനൊരു കുറ്റക്കാരനല്ല എന്ന് പ്രഖ്യാപിക്കുന്ന, അല്ലെങ്കിൽ കുറ്റവിമുക്തനാക്കി ഒരാളിനെ തീർക്കുന്ന ഒരു പദപ്രയോഗമാണ് ഡിക്കായോസിസ് അഥവാ ജസ്റ്റിഫിക്കേഷൻ. മലയാളത്തിൽ നീതീകരണം എന്ന് നമുക്ക് കാണുവാനിടയാകും. ഇനിയും 2ാമത്തെ ഈ രക്ഷയുടെ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, അത് ഹഗിയാസ്മോസ് എന്നാണ്. സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരണം. അതാണ് 2ാമതായി ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം. ഹഗിയാസ്മോസ് എന്നാണ്. സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം എന്ന. ഈ നമ്മളെല്ലാം യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തെ അനുസരിച്ച് അല്ലെങ്കിൽ പാപത്തെ ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ട ഒരു കാര്യം, അത് ഇന്നലെ പാസ്റ്റ് സംഭവിച്ചതാണ്. നമ്മുടെ ജീവിതത്തിൽ നീതീകരണം നടന്നു, കർത്താവിൻ്റെ മക്കളായി നമ്മൾ തീർന്നു, അത് രക്ഷിക്കപ്പെട്ടതാണ്. എന്നാൽ 2ാമത്തെ കാര്യമെന്ന് പറയുന്നത് വിശുദ്ധീകരണമാണ്. ഇത് ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. സാങ്ക്ടിഫിക്കേഷൻ ഈസ് എൻ ഓൺഗോയിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, ഇത് ഒരു വിശുദ്ധിയിലേക്ക് നമ്മൾ ദിനംതോറും നടന്നുകൊണ്ടിരിക്കുന്ന
പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടി ഒരു വിശ്വാസി ജീവിതത്തിൽ മുൻപോട്ട് പോകുന്ന, ദിനംതോറും പാപത്തിൽ നിന്ന് മാറി ജീവിക്കുന്ന അനുഭവമാണ് ഈ രണ്ടാമത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. അത് നമുക്ക് തന്നെ ഇന്ന് ജീവിക്കാൻ കഴിയുകയില്ല. അത് വേദപുസ്തകത്തിൽ തെളിയിച്ച് ഞാൻ ബാക്കി ഭാഗങ്ങൾ പറയുമ്പോൾ പറയാം. നമ്മൾ വിശുദ്ധീകരണം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് വിശുദ്ധീകരണം സ്വന്തം കഴിവുകൊണ്ട് നടക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, എന്താണ് ഈ വാക്യത്തിൽ പറയുന്നത്? എന്തോ, ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. സ്വന്തമായിട്ട് കഴിയുകയില്ല, സ്വയമായിട്ട് അതിന് കഴിയുകയില്ല. യേശു ക്രിസ്തു വന്നപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് പകരപ്പെട്ട, ക്രിസ്തുവിനോടൊപ്പം പകരപ്പെട്ട ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അതാ ദൈവത്തിൻ്റെ ആത്മാവ്, ആ ആത്മാവിൻ്റെ സഹായമുണ്ടെങ്കിൽ മാത്രമേ നീതീകരണം നടന്ന, ജസ്റ്റിഫിക്കേഷൻ നടന്ന ഒരാൾക്ക് വിശുദ്ധീകരണത്തിലൂടെ ഈ ലോകത്തിൽ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനിയും മൂന്നാമത്തെ ഒരു പകർത്തമുണ്ട്. അത് മലയാളത്തിൽ മഹത്വീകരണം, ഇംഗ്ലീഷിൽ ഗ്ലോറിഫിക്കേഷൻ, ഗ്രീക്കിൽ ഡോക്സ എന്ന പദമാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മഹത്വീകരണം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എല്ലാവരും കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ കാത്തിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു പെർഫെക്ഷൻ അഥവാ ഒരു ഡോക്സ, ജീവിതത്തിലൊരു മഹത്വീകരണം ഉണ്ടാകുന്ന ഒരു നിമിഷമുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ മടങ്ങി വരവെങ്കിൽ ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ പ്രത്യാശ എന്താണെന്നറിയാമോ? ഞാൻ അവനോട് അനുരൂപനാകും. എൻ്റെ കർത്താവിനോട് ഞാനും നിങ്ങളും അനുരൂപനാകുമ്പോൾ ഒരു പെർഫെക്റ്റായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലൊരു ശരീരം, അല്ലെങ്കിൽ നിത്യതയുടെ ശരീരം ലഭിക്കുന്ന, മഹത്വം ലഭിക്കുന്ന അവസ്ഥയാണ് മൂന്നാമത്തെ രക്ഷയുടെ അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ 3 പദപ്രയോഗങ്ങൾ നമുക്ക് ഇവിടെ കാണുവാനിടയായി. ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് ഗ്ലോറിഫിക്കേഷൻ. ആ 3 പദപ്രയോഗങ്ങളാണ് രക്ഷയുമായി ബന്ധപ്പെട്ടായിരിക്കുന്നത്. എന്നാൽ ഒന്നുകൂടി പറയാം, ഇന്ന് നമ്മൾ രക്ഷയുടെ രണ്ടാമത്തെ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു രക്ഷിക്കപ്പെട്ട ദൈവപൈതൽ നീതീകരിക്കപ്പെട്ട് അവൻ എവിടെ നിർത്തിയിരിക്കുന്ന അറിയോ? വിശുദ്ധീകരണത്തിൽ നിർത്തിയിരിക്കുകയാണ്. അവന് സ്വയമായി ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ വിശുദ്ധീകരണത്തിനകത്ത് നിൽക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, ആത്മാവിൻ്റെ സഹായത്തോടെ ജഡത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കുമ്പോൾ മാത്രമേ അവന് നിത്യത അഥവാ മഹത്വീകരണത്തിലേക്ക് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ഇതാണ് ഈ രക്ഷയുടെ അനുഭവം എന്ന് പറയുന്നത്. രക്ഷ എന്ന് പറയുന്നത് ഏകദേശം ഒരു ഐഡിയ പിടിയിട്ട് കാണും എന്ന് ഞാൻ കരുതട്ടെ. രക്ഷയുടെ അനുഭവം, രക്ഷിക്കപ്പെട്ട അനുഭവം എന്ന് പറഞ്ഞാൽ നീതീകരണം പ്രാപിച്ച അവസ്ഥ. ഇന്ന് നമ്മൾ കടന്നു പോകുന്നത് സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം. മൂന്നാമത്തെ അനുഭവം മഹത്വീകരണം. അത് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യപ്പെടുകയാണ്. ഈ മഹത്വീകരണം ആണ് എല്ലാവരുടെയും ദൈവമക്കളുടെ പ്രതീക്ഷ. എന്നാൽ ഒരു കാര്യം ഞാനിപ്പോൾ ദൈവമക്കളോട് ഒരു കാര്യം കൂടി ഓർപ്പിക്കാം. ഇന്ന് വലിയ വിവാദങ്ങൾ, ഇന്നല്ല പല കാലഘട്ടത്തിലും ഈ ദൈവവചനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രത്യേക വിഷയമുണ്ട്. എന്താണെന്നറിയാമോ? അതിനൊരു ഉത്തരം കൂടിയാണ് ഈ വാക്യം തരുന്നത്. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ നീതീകരിക്കപ്പെട്ടാൽ. അതിനായി ഈ പദം ഞാൻ എടുത്തു പറഞ്ഞത്. ഒരിക്കൽ നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനവകാശിയായെന്ന മനുഷ്യൻ ചിന്തിക്കുന്നതെന്നറിയാമോ? ഹലോ, നിങ്ങളുണ്ടോ എൻ്റെ കൂടെ? ഒരിക്കൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്തിനവകാശിയായെന്ന മനുഷ്യൻ ചിന്തിക്കുന്നേ? നിത്യജീവന്, ഇറ്റേണൽ ലൈഫ്, നിത്യജീവന് ഞാൻ അവകാശിയായി എന്നാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. പക്ഷേ ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ഒരിക്കൽ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് നമ്മൾ നിത്യജീവൻ അവകാശികളാകുകയില്ല. അവകാശികളാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? വിശുദ്ധീകരണത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യണം. അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് വിശുദ്ധീകരണമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മുടെ ജഡത്തിൻ്റെ പ്രവർത്തികൾ കൊണ്ടൊന്നും നടക്കത്തില്ല. ഇത് നടക്കണമെങ്കിൽ ബോധപൂർവമായ, തനാറ്റു എന്ന് പറയുന്ന ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബോധപൂർവമായി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പദം തന്നെത്താനെ ഏൽപ്പിച്ചു കൊടുക്കുക. തനാറ്റു എന്ന ഒരു പദമാണ്, ഗ്രീക്ക് പദം ഉപയോഗിച്ചിരിക്കുന്നത്. എന്തുവെന്ന് ചോദിച്ചാൽ, ബോധപൂർവമായി നമ്മൾ തന്നെ എന്ത് ചെയ്യണമെന്നറിയാമോ? ജഡത്തെ മരിപ്പിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. നിത്യജീവൻ എന്ന് പറയുമ്പോൾ അത് വിശദീകരിക്കേണ്ട ഭാഗമാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ ഓടിച്ച് ഞാൻ പറയാം. മനുഷ്യന് 3 വിധ മരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ആത്മീക മരണം.
അതെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ദൈവവുമായിട്ടുള്ള ബന്ധമില്ലാത്ത അവസ്ഥയാണ്. അത് ജനിക്കുന്ന എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ അകത്ത് ആത്മാവിൽ ഒരു ഇൻബിൽറ്റായിട്ട് ദൈവം കൊടുത്തിട്ടുള്ള ഒരു നീതീകരണത്തിൻ്റെ അനുഭവം ഉണ്ടെങ്കിലും അത് സജീവമാകാതെ അതിൻ്റെ അകത്ത് മരിച്ചു കിടക്കും. പക്ഷേ ആ സമയമാണ് ദൈവവുമായിട്ട് ബന്ധമില്ലാത്തത്. എന്നാൽ അവൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത ആത്മീക മരണമുള്ളവന് അടുത്തത് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ശാരീരിക മരണമുണ്ട്. ശാരീരിക മരണത്തിൻ്റെ അകത്ത് നിന്ന് മൂന്നാമത്തെ ഘട്ടമാണ് നിത്യമരണം, എറ്റേണൽ ഡെത്ത്. അപ്പം മനുഷ്യൻ എന്തുണ്ടെന്നറിയാം? ആത്മീക മരണമുണ്ട്, ജഡിക മരണമുണ്ട്, നിത്യമായ മരണമുണ്ട്. നിത്യജീവനുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ നിത്യമായ മരണവുമുണ്ട്. ഈ വിശുദ്ധീകരണത്തിൽ, സാങ്ക്ടിഫിക്കേഷനിലൂടെ, ശുദ്ധീകരണത്തിലൂടെ പോകുന്ന ഒരു ദൈവവൈതൽ ശുദ്ധീകരണം പ്രാപിച്ചില്ലെങ്കിൽ അവന് നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുകയില്ല. അതാണ് ജീവിക്കും എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ആത്മീകമായി ഒരുവൻ്റെ ജീവിതത്തിൽ ഈ വിശുദ്ധീകരണത്തിൻ്റെ കാലഘട്ടത്തിൽ വിശുദ്ധിയോടെ ജീവിച്ചില്ലെങ്കിൽ അവന് എറ്റേണൽ ലൈഫ് അഥവാ നിത്യജീവനിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായവർക്കായി ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഈ ലോകത്തിലെ ജീവിതത്തിൽ ഓർത്തോണം, നമ്മളിവിടെ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു പെർഫെക്ഷൻ പ്രോസസ്സിലാണ്. സാങ്ക്ടിഫിക്കേഷൻ, വി ആർ ഇൻ ദ സാങ്ക്ടിഫിക്കേഷൻ പ്രോസസ്. നമ്മളൊരു ശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയയിലൂടെയാണ് കടന്നു പോകുന്നത്. ആ കടന്നു പോകുമ്പോൾ എന്ത് വേണമെന്നറിയാമോ? ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന ദൈവവേദന എല്ലായ്പ്പോഴും നോക്കേണ്ടത് ഈ ലോകത്തിലെ എന്തിനേക്കാളും വലുത് എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു നിത്യജീവനുണ്ട്. ആ നിത്യജീവൻ പ്രാപിക്കുമ്പോഴാണ് രക്ഷയുടെ പൂർത്തീകരണം. ഒരു നാളിൽ ഞാനും അവനെ പോലെ ആകും, എൻ്റെ കർത്താവിനോടൊപ്പം ഞാൻ ഇരിക്കും. അതാണ് ഗ്ലോറിഫിക്കേഷൻ അഥവാ മഹുദ്ധീകരണം എന്ന് പറയുന്നത്. അപ്പം മരണം ഒന്ന് ആത്മീക മരണം, ജഡിക മരണം, നിത്യമരണം, ഈ 3 മരണങ്ങളുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഇന്ന് നമ്മൾ വായിച്ച വാക്യം വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തെ സത്യത്തിൽ എന്ത് ലഭിച്ചുവെന്നറിയാമോ? ദൈവവുമായിട്ടുള്ള, രക്ഷിക്കപ്പെട്ട ഒരാൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് മടങ്ങി വന്നു, ഇല്ലേ? എന്തുവാ നീതീകരണം? കർത്താവിൻ്റെ ക്രൂശ് മരണത്തെ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ എന്തോ വന്നു? യേശു ക്രിസ്തുവിൻ്റെ കാൽവരി മരണത്തെക്കുറിച്ചൊക്കെ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ എവിടെ ആക്കി? കർത്താവ് എന്തോ ചെയ്തു? നമ്മളെ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി മരണത്താൽ നമുക്ക് കിട്ടിയത് എന്തുവാ? നീതീകരണം കിട്ടി. ഇപ്പോൾ എവിടെ നിർത്തിയിരിക്കുക? വിശുദ്ധീകരണത്തിൽ നിർത്തിക്കുക. വിശുദ്ധീകരണത്തിൽ തെറ്റിപ്പോയാൽ എവിടെ എത്തുകയല്ല? ഹലോ, വിശുദ്ധീകരണത്തിൽ തെറ്റിപ്പോയാൽ പിന്നെ എവിടെ എത്തുകയല്ല? നിത്യജീവൻ. അപ്പം ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് വിശുദ്ധിയുടെ വല്ല ആവശ്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അത് സ്വയമായി ചെയ്യാൻ കഴിയാത്ത ഒരു വ്യത്യസ്ത, എനിക്കറിയാം. സ്തോത്രം. ഈ വിഷയത്തിൻ്റെ അകത്ത് എനിക്കിത് എടുത്തപ്പോഴും എനിക്കറിയാം ഇതിൻ്റെ അകത്ത് ശാന്തമായി കേൾക്കാനുള്ള ഒരു വേദനഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത് ഞാൻ പറയുന്നത്. പക്ഷേ മഹുദ്ധീകരണം പ്രാപിക്കണമെങ്കിൽ വിശുദ്ധീകരണം ഉണ്ടായിരിക്കണം. വിശുദ്ധീകരണം പ്രാപിക്കണമെങ്കിൽ നീതീകരണം നടന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. വിതൗട്ട് ജസ്റ്റിഫിക്കേഷൻ there is no sanctification. Without sanctification there is no glorification. മഹുദ്ധീകരണം ഒരാളുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ ഈ 3 ഘട്ടങ്ങളിലൂടെ ചെന്ന് മൂന്നാമത്തേതിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. നമ്മൾ ദൈവവചനം കേൾക്കുമ്പോഴും ഈ പ്രാർത്ഥനകൾക്ക് വരുമ്പോഴും നിവൃത്തി ഉണ്ടെങ്കിൽ ദൈവമക്കളെന്ന് പറയുന്നവർ, രക്ഷിക്കപ്പെട്ടവരെ പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ പുതിയ നിയമത്തിലെ ചില ഭാഗങ്ങൾ വായിച്ചപ്പോഴാണ് പത്രോസിൻ്റെ ആദ്യത്തെ 2 പ്രസംഗം, ആ 2 പ്രസംഗം 3000 പേരും 5000 പേരും ഒക്കെ ദൈവസഭയോടെ ചേർന്ന പ്രസംഗത്തിൻ്റെ അകത്ത് അവിടെ എല്ലാവരെയും കൂടെ നിങ്ങൾ നല്ലവരാന്ന് പറഞ്ഞപ്പോഴല്ല, നിങ്ങളുടെ അപ്പന്മാരും നല്ലവർ, നിങ്ങളുടെ വല്യപ്പന്മാരും നല്ലവരെന്ന് പറഞ്ഞപ്പോഴല്ല ഇവരാരും മാനസാന്തരപ്പെട്ടത്. എപ്പോഴാണെന്നറിയാമോ? ഹൃദയത്തിൽ കുത്തുകൊണ്ടു ചെയ്ത തെറ്റിനെ കുറിച്ച് ബോധ്യം വരുത്തുന്ന ആത്മീക ശുശ്രൂഷയിലെ ഒരു മനുഷ്യന് മാനസാന്തരം വരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെ ഞാൻ ആ പുതിയ നിയമത്തിൻ്റെ ആ ഒരു ഭാഗം പറഞ്ഞെങ്കിലും ഞാൻ ഇങ്ങോട്ടേക്ക് മടങ്ങി വരിക. ഞാൻ പറയാം. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ 3 ഘട്ടങ്ങളിലൂടെയുള്ള രക്ഷയിലൂടെ വരുമ്പോഴാണ് രക്ഷയുടെ പൂർത്തീകരണത്തിലെത്തുന്നത്. എന്നാൽ ഈ വിശുദ്ധീകരണത്തിലൂടെ കടന്നു പോകുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ആത്മാവിനാൽ, എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ആത്മാവിനാൽ
ശരീരത്തിൻ്റെ എങ്ങനെയാ? ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പോൾ തിരിച്ച് നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പറയണം. നിങ്ങളോട് ഒന്ന് വേദോസം ഉള്ളവരൊക്കെ ഒന്ന് നോക്കിക്കോണേ. സ്വതം വേദോസമൊക്കെ ഉള്ളത് എന്ത് നല്ലതാണ്. നിങ്ങളുടെ എല്ലാം ഇരിക്കുന്നത് കണ്ടപ്പോഴെനിക്ക് ഭയങ്കര സന്തോഷമാണ്. സ്വതം വായിക്കാൻ പിന്നെ 1-2 പേരെ ഉള്ളെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടല്ല അവർക്ക് അവസരം തരുന്നത്. നിങ്ങളങ്ങ് വായിച്ചാൽ മതി, കുഴപ്പമില്ല. സ്വതം എന്താണെന്നറിയാം, സഹോദരന്മാരൊക്കെ വായിക്കാൻ വളരെ താല്പര്യത്തോടിരിക്കുക. പക്ഷേ പെട്ടെന്ന് അവർക്ക് എടുക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. അവരും വായിച്ചോളൂ. ഇടയ്ക്ക് നിങ്ങളോടൊക്കെ ഒന്ന് വായിച്ച് സഹായിക്കണേ. സ്വതം മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ വായിച്ചാൽ മതി, കാരണം അത് നല്ല കാര്യമാണ്. ഓക്കെ, അപ്പം ഇവിടെ നമുക്കൊന്ന് വരാൻ ദൈവമക്കളെ. ആത്മാവിനാൽ എന്തോ ചെയ്യണം? ശരീരത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കണം. അപ്പം എന്നാ എന്തോ ചെയ്യും? എന്നാൽ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞേ? ജീവിക്കും. ജീവൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ എന്തുവാ? എറ്റേണൽ ലൈഫ്, അവ നിത്യജീവൻ. ഇനി തിരിച്ച് എൻ്റെ കൂടെ നിങ്ങളോട് ഒന്ന് നിൽക്കണേ. നമുക്ക് തിരിച്ചൊന്ന് പറഞ്ഞു നോക്കാം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നില്ലെങ്കിൽ ഫില്ല് ചെയ്യാമോ? ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നില്ലെങ്കിൽ, കേട്ടില്ല, നിങ്ങൾ മരിക്കും അല്ലേ? അപ്പം ഈ ദൈവമകത്ത് തന്നിരിക്കുന്ന ആത്മാവിന് വല്ലതും പ്രത്യേകത ഉണ്ടോ? യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കേവലം അന്യഭാഷ മാത്രമല്ല, പക്ഷേ ഈ ആത്മാവ് നിൻ്റെ ഉള്ളിലുള്ളതിൻ്റെ തെളിവാണ്. ഇത് നിൻ്റെ ഉണ്ട്, ഇതിൻ്റെ ഫലം നിന്നിലുണ്ടാവും. ആ ആത്മാവ് നിന്നെ വിശുദ്ധീകരണത്തിലേക്ക് നടത്തും. ഈ ലോകത്തിൽ കുറേ ഗിമ്മിക്കൊക്കെ കളിച്ച് നമുക്ക് ജീവിക്കാം. പക്ഷെ ഒന്ന് ഞാൻ പറയാം, സാങ്ക്ടിഫിക്കേഷൻ നിൻ്റെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ, ഗ്ലോറിഫിക്കേഷൻ നിൻ്റെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ നീ ഒരു കാര്യം മറക്കരുത്. പരിശുദ്ധാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതിനെ വികലമായി ഒത്തിരി പേര്, ഞാൻ പറഞ്ഞ് കേവലം അന്യഭാഷയെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ നീതീകരിച്ചപ്പോൾ, നിങ്ങൾക്ക് നീതീകരണം നിർത്തിയപ്പോൾ യേശു മാത്രമല്ല ഉള്ളിൽ വന്നത്, യേശുവിനോടൊപ്പം അവൻ്റെ ആത്മാവും വന്നത് ഈ ഭാഗത്ത് കാണാം. അന്ന് യേശു ക്രിസ്തുവിനോടൊപ്പം അവൻ്റെ ആത്മാവും വന്നിട്ടുണ്ടെങ്കിൽ സകല സത്യത്തിലും വഴി നടത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളവൻ, ഞാൻ പ്രിയപ്പെട്ട സ്നേഹിതരെ പരസ്യമായി പറയുന്ന ഒരു പദപ്രയോഗമാണെങ്കിലും ഞാൻ പറയാം, കേവലം 2 അന്യഭാഷ കാണാതെ പഠിച്ച് പറയുന്നതല്ല. പരിശുദ്ധാത്മാവ് നിൻ്റെ ഉള്ളിലുണ്ടെന്നുള്ളതിൻ്റെ ലക്ഷണം, നിൻ്റെ ജീവിതത്തിൽ നിത്യജീവൻ നഷ്ടപ്പെടുമെന്ന് എവിടെയെങ്കിലും നിന്നെ തോന്നിച്ചാൽ ആ സന്ദർഭത്തിൽ ഞാനിതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞ് മാറാൻ നിനക്ക് വെളിവ് തരുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പാട്ട് പാടുമ്പോഴും അല്ലെങ്കിൽ പ്രസംഗിക്കുമ്പോഴും ഒക്കെ ഞങ്ങൾ നിങ്ങളെ പ്രേരിപ്പിക്കുകയും ജനം കൂടി വരുമ്പോഴും ഒക്കെ പല സന്ദർഭങ്ങളിലും അന്യഭാഷകൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആത്മാവുണ്ടെന്നും പറഞ്ഞങ്ങ് പോവുക. ആത്മാവുണ്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാരങ്ങ് പോവുക. പക്ഷെ ആത്മാവുണ്ടെന്നുണ്ടെങ്കിൽ എന്താണെന്നറിയാമോ? ഇവിടെ നമ്മൾ വെളിയിലിറങ്ങുമ്പോൾ സ്തോത്രം, നമ്മുടെ മുമ്പിൽ ഒരാളെ കണ്ടാൽ ദൈവഹിതമില്ലാത്തവനാണെങ്കിൽ ഒഴിഞ്ഞു പോകാൻ പാസ്റ്റല്ല പറയേണ്ടത്, ഇവിടെ ഇരിക്കുന്ന ആരുമല്ല പറയേണ്ടത്. ദൈവഹിതമില്ലാത്തവനെ കണ്ടാൽ ഒഴിഞ്ഞു പോയാൽ അവനാണ് പരിശുദ്ധാത്മാവുള്ളവൻ. യോജിക്കാവുന്നവർക്ക് രാമൻ പറയാം. പ്രൈസ് ദി ലോർഡ്. നീ ഇരിക്കുന്ന ടേബിളിന് മുമ്പിൽ മദ്യക്കുപ്പി വന്നിരുന്നാൽ അന്യഭാഷ പറഞ്ഞു വെച്ച് പോയവൻ അത് തൊടത്തില്ല. അകത്തെന്താണെന്നറിയാമോ? അവൻ അന്യഭാഷ പറഞ്ഞില്ലെങ്കിലും പരിശുദ്ധാത്മാവുള്ളവൻ അറിയാം, എന്നെ നീതിയിലും ന്യായത്തിലും നടത്തുന്നത് എൻ്റെ അകത്തു വന്ന ഒരിക്കൽ നീതീകരണം തന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെ ഞാൻ അനുസരിച്ചേ മതിയാവും. ഒരാമേൻ പറയാവുന്ന ഒരു സന്തോഷത്തോടെന്ന് പറഞ്ഞു. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വചനം ഗ്രഹിക്കുന്നു, ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ജീവിതത്തിൽ ലോകത്തിൽ ആര് നമ്മളെ നയിച്ചാലും അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായി നയിക്കുന്നത് ആരാണെന്നറിയാമോ? നമ്മുടെ അകത്ത് പകർന്നിട്ടുള്ള ദൈവത്തിൻ്റെ ആത്മാവാണ്. സ്തോത്രം. ചോദ്യമുണ്ട്, ആൾക്കാർ ചോദിക്കാറുണ്ട്, രക്ഷിക്കപ്പെട്ടപ്പോൾ എൻ്റെ അകത്ത് ആത്മാവില്ലേ? ഉണ്ട്.
ആ ആത്മാവ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രകടനം. അന്യഭാഷ പറഞ്ഞില്ലേ കുഴപ്പമില്ലല്ലോ, വേണ്ട, കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം, നിനക്ക് തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് ബോധ്യം വന്ന് ആത്മീകമായി മാറേണ്ട ഇടത്ത് മാറാൻ പറ്റുന്നില്ലെങ്കിൽ നിൻ്റെ അകത്ത് ആത്മാവുമില്ല, നീ രക്ഷിക്കപ്പെട്ടിട്ടുമില്ല. സോറി. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ കഴിക്കാൻ പറ്റാത്തത് കഴിക്കരുതെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. കുടിക്കാൻ പറ്റാത്തത് കുടിക്കരുതെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഒഴിഞ്ഞു മാറേണ്ട ഇടങ്ങളിൽ ഒഴിഞ്ഞു മാറേണ്ട വിശുദ്ധീകരണത്തിലൂടെ കടന്നു പോകുന്ന ദൈവവൈതലോട് പറയും, എന്താണെന്നറിയാമോ? മോനെ, നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഒരു ഗ്ലോറിഫിക്കേഷൻ, ഒരു മഹത്വീകരണമുണ്ട്. ഈ മണ്ണായതൊക്കെ നശിച്ചാലും ഒരു നിത്യതയ്ക്ക് വേണ്ടി നീ ഒരുങ്ങിക്കോണം. ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കിയെടുക്കുന്നത്. ഇതാണ് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്നതായ വിശുദ്ധീകരണത്തിൽ നമുക്ക് ലഭിക്കുന്നതായ കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ തന്നെ സ്തോത്രം, വേഗത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ ഓർപ്പിച്ച് നിർത്താം. അപ്പം നിങ്ങൾക്ക് പറഞ്ഞതിൻ്റെ അകത്തെ ചുരുക്കി പറഞ്ഞാൽ ഇതേ ഉള്ളൂ. രക്ഷയുടെ അനുഭവത്തിന് 3 കാല അനുഭവങ്ങളുണ്ട്, 3 സ്റ്റേജസ് ഉണ്ട്. ആ 3 സ്റ്റേജസ് ഞാൻ കാണിച്ചു. മരണമെന്ന് പറയുന്നത് 3 ഉണ്ട്. ആ മരണത്തിൻ്റെ അകത്തു നിന്ന് ഒന്നുകിൽ സ്തോത്രം ആത്മീക മരണം, അല്ലെങ്കിൽ ജഡിക മരണം, അല്ലെങ്കിൽ നിത്യമരണം. എന്നാൽ രക്ഷിക്കപ്പെട്ട് നീതീകരണം പ്രാപിച്ച ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് വിശുദ്ധീകരണത്തിൻ്റെ പ്രോസസ്സിലൂടെ പോകുമ്പോൾ അവൻ എന്ത് പറയുമെന്നറിയാമോ? എനിക്ക് വേണ്ടി ഒരു മഹത്വ പ്രത്യക്ഷതയുണ്ട്. എൻ്റെ കർത്താവ് വരുമ്പോൾ ഞാൻ അവനോടൊപ്പം ചേരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈർച്ചവാളിൻ്റെ മുന്നേ നിന്നപ്പം എന്തുകൊണ്ടാണ് രക്തസാക്ഷികൾ പറഞ്ഞതെന്നറിയാമോ? എൻ്റെ കഴുത്തി ഛേദിച്ചാലും എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അവൻ്റെ അകത്തുള്ള ദൈവത്തിൻ്റെ ആത്മാവ് അവനെ കാണിച്ചു ഒരു മഹത്വീകരണത്തിൻ്റെ തേജസ്. ഇന്ന് പകൽക്കാലം അത് കാണുന്നവർക്ക് ഒരു ആമേൻ പറയാവുന്ന ഒരു സന്തോഷത്തോടെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ ഞാനും എടുക്കപ്പെടുമെന്ന് വിശ്വാസമുള്ളവർക്ക് ഒരു ആമേൻ പറയാമോ? ഇന്ന് പകൽക്കാലം അതിന് താല്പര്യമുള്ളവർ ചേർന്ന് ഒരു ആമേൻ പറഞ്ഞ ദൈവങ്ങളെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വെച്ച് വിശുദ്ധീകരണം പ്രാപിച്ചില്ലെങ്കിൽ തീർത്തു പറയാം, ഇവിടെ വെച്ച് വിശുദ്ധീകരണം പ്രാപിക്കാതെ നീ മരിച്ചു പോയതിന് ശേഷം നിൻ്റെ പേരിൽ 36 മെഴുകുതിരി കത്തിച്ചാലും 560 തൂവക്കുറ്റി വീശിയാലും നീ നിത്യതയിലെത്തത്തില്ല. നിത്യതയിലെത്തണമെങ്കിൽ ഇവിടെ വെച്ച് നീ വിശുദ്ധീകരിക്കപ്പെടണം. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടത്തിയാലും 41 ദിവസം ഉപവാസ പ്രാർത്ഥന നടത്തിയാലും ഏറ്റവും മെഗാ പാസ്റ്റർ വന്ന് ശുശ്രൂഷിച്ചാലും നിനക്ക് നിത്യതയ്ക്കകത്ത് പോകാൻ പറ്റത്തില്ല. നിനക്ക് മഹത്വീകരണം ലഭിക്കണമെങ്കിൽ ഈ വിശുദ്ധീകരണത്തിന് ദൈവം തന്ന കാലഘട്ടം അതിനുവേണ്ടി ഉപയോഗിച്ചോണം. എനിക്ക് തന്നെ കഴിയാത്തതിന് എൻ്റെ അകത്ത് ആത്മാവിനെ പകരണമേ. ഇതായിരിക്കണം ഒരു ദൈവവൈതലിൻ്റെ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടുത്തെ ഇനി ഈ പദങ്ങൾ കൂടി ഞാനൊന്ന് വേഗത്തിൽ പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കോളാം ദൈവമക്കളെ. ഈ പദപ്രയോഗത്തിൽ 2 കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഭാഗം ഞാൻ വിടുന്നു. അപ്പം നമ്മൾ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ജഡത്തെയാണോ അതോ പരിശുദ്ധാത്മാവിനെയാണോ അനുസരിക്കുന്നത്? ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. പലർക്കും പല തെറ്റിദ്ധാരണകൾ വരാതിരിക്കാൻ വേണ്ടിയാണ്. രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഒരാളുടെ രക്ഷ നഷ്ടപ്പെടുമോ, നിത്യജീവൻ നഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചാൽ ഇതാരോ അത് മനസ്സിലാക്കണമെങ്കിൽ 8-ാം വാക്യത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചാൽ ആരോടാ ഇത് പറയുന്നേ? അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തയേശുവിലുള്ളവർക്ക് അപ്പോൾ ഇത് ആരോടാ പറഞ്ഞേ? ജാതികളോടാണോ? ഹലോ, റോമാക്കാരോടാണോ ജാതികളോടാണോ ഇത് പറഞ്ഞത്? ആരോടാ ഇത് പറഞ്ഞേക്കുന്നേ? ക്രിസ്തുയേശുവിലുള്ളവനെന്ന് പറഞ്ഞാൽ ആരാ? ക്രിസ്തുയേശുവിലുള്ളവനെന്ന് പറഞ്ഞാൽ ആരാ? രക്ഷിക്കപ്പെട്ടവനാ അല്ലേ? ക്രിസ്തുയേശുവിലുള്ളവൻ ആരാ? രക്ഷിക്കപ്പെട്ടവനാ അല്ലേ? രക്ഷിക്കപ്പെട്ടവരോടാണ് എന്തോ ഈ പറഞ്ഞേക്കുന്നതെന്നറിയാമോ? നിങ്ങൾക്ക് 2 കാര്യങ്ങളുണ്ട്. രക്ഷിക്കപ്പെട്ട നിനക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാമെന്നറിയാമോ? ജഡത്തിൻ്റെ അഭിലാഷങ്ങൾക്ക്, ജഡത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിച്ച് നിത്യമരണത്തെ പ്രാപിക്കാം. അല്ലെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? ആത്മാവിനെ അനുസരിച്ച് ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ. അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ച് മുന്നോട്ട് പോകട്ടെ. ഈ ഒരു ചില പഠിപ്പീരുകളുടെ അകത്തുണ്ട് നമ്മുടെ ജഡം അങ്ങ് അഴുക്ക. നമ്മുടെ ജഡമെന്ന് പറയുന്നത് മൊത്തം അങ്ങ് പാവാന്ന്. സത്യത്തിൽ ഞാൻ ഈ ഭാഗം ഇരുന്ന് മനസ്സിലാക്കിയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ ഹൃദയത്തിൽ വന്ന ഒരു കാര്യമാണ്.
അങ്ങനെയുള്ളവർ ഈ അസറ്റിസിസം സന്യാസം സ്വീകരിക്കുന്നത് എന്താണെന്നറിയോ? ഈ ജഡം അങ്ങ് ആകപ്പാടെ അങ്ങ് പാവാം. പക്ഷേ ഇവിടെ എന്താണ്? ജഡത്താൽ. 3-ാം വാക്യം ഒന്ന് നോക്കിക്കോ. 3-ാം വാക്യം ഒന്ന് വായിച്ചേ. 8:3. ജഡത്താലുള്ള. അപ്പം ജഡത്തിൻ്റെ ബലഹീനത എന്നാണോ പറഞ്ഞേ? എന്തോ പറഞ്ഞേക്കുന്നേ? ജഡത്താലുള്ള ബലഹീനത അല്ലേ? അപ്പം ജഡം ഒരഴുക്കല്ല. ഹ്യൂമൻ ബോഡി ഒരു അഴുക്കൊന്നുമല്ല, ജഡം അഴുക്കൊന്നുമല്ല. പക്ഷേ ഈ ജഡം എപ്പോഴാണ് അഴുക്കാകുന്നത്? പാപം ചെയ്യാൻ നമ്മുടെ ശരീരം ഉപയോഗിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ ശരീരം പാപത്തിന് അടിമകളായി തീരുന്നതും നിത്യത നഷ്ടപ്പെടുന്നതും. അപ്പം ജഡത്താലുള്ള ബലഹീനത നിമിത്തം ആ ഭാഗം വായിക്കണം. ഞാൻ എങ്ങനെ പറയട്ടെ? അപ്പം രക്ഷിക്കപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്നുകിൽ ജഡത്തെ അനുസരിച്ച് ജീവിക്കാം. നിങ്ങൾ ഇത്രയൊന്ന് ചിന്തിച്ച്, രക്ഷിക്കപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ ഒന്ന് ജഡത്തെ അനുസരിച്ച് ജീവിക്കാം. ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ എന്തോ വരും? നിത്യ മരണം. അല്ലെങ്കിൽ ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കുമ്പോൾ നമുക്ക് എന്താ ചെയ്യാം? നിത്യജീവനെ പ്രാപിക്കാം. ഇതിൽ നമ്മൾ ഒരു കാര്യം ഓർത്തോണം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഈ നിത്യജീവൻ നഷ്ടപ്പെടാൻ നീ ഇടവരുത്തല്ലേ. എല്ലായ്പ്പോഴും ഒരു പ്രാർത്ഥന ഇതായിരിക്കണം, ദൈവമേ, ആ നിത്യജീവൻ കണ്ടിട്ട് നഷ്ടപ്പെട്ടു പോകാൻ ഇടവരരുത്, അതെനിക്ക് തരണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചോണം. ഇവിടെ നമ്മൾ വായിച്ചത് ഈ 3-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണപ്രകാരം മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാം? മനുഷ്യന് പാപമോചനം ലഭിച്ചില്ല. സ്വത്രപ്പം ജഡത്താലുള്ള, അതിന് ആ വാക്യത്തിൻ്റെ അർത്ഥം ഇതാ ഞാൻ പറഞ്ഞേ. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണപ്രകാരം മനുഷ്യൻ എന്ത് ലഭിച്ചില്ലെന്നറിയാമോ? പാപമോചനം ലഭിച്ചില്ല. മനുഷ്യൻ്റെ ജഡത്തിൻ്റെ ബലഹീനത മനുഷ്യനെ പരാജയപ്പെടുത്തി. അപ്പം പാപമോചനത്തിന് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് റോമാലേഖനത്തിൽ 2 കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്: കർമ്മമാർഗവും വിശ്വാസമാർഗവും. അതിൽ വിശ്വാസമാർഗത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറയുന്നില്ല, അത്രയും മാത്രം പറഞ്ഞത് ഞാൻ വിടുക. പക്ഷേ എന്താണെന്നറിയാമോ? ജഡത്താലുള്ള ബലഹീനത നിമിത്തം മനുഷ്യൻ എന്തോ ചെയ്തു? ഓരോ വർഷവും കൊണ്ട് പാപപരിഹാരത്തിന് യാഗം അർപ്പിക്കുക. അവന് കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെയും ആടുകളെയും കാളുകളെയും മാടുകളെയും ഒക്കെ അവൻ അറുത്തോണ്ടിരിക്കുക. പാപപരിഹാരം സംഭവിച്ച് അവൻ വീട്ടിൽ ചെല്ലും. പക്ഷേ വീണ്ടും എന്താണെന്നറിയാമോ? ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം അവൻ വീണ്ടും പാപം ചെയ്യുന്നു. യെരുശലേം ദേവാലയത്തിൽ വീണ്ടും ചെല്ലുന്നു. അടുത്ത വർഷം വീണ്ടും എന്താ ചെയ്യാന്നറിയാമോ? അവൻ പാപമോചനത്തിന് വേണ്ടി, അല്ലെ ദേവാലയത്തിൽ ചെല്ലുമ്പോഴൊക്കെ പാപമോചനത്തിന് വേണ്ടി യാഗങ്ങൾ അർപ്പിക്കുക. അപ്പം ന്യായപ്രമാണം എന്തോ എന്നറിയാമോ? പാപം എന്താണെന്ന് ചൂണ്ടിക്കാണിച്ചു, നീതി എന്താണെന്ന് ചൂണ്ടിക്കാണിച്ചു, പാപത്തിൽ നിന്നുമുള്ള വിടുതൽ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് കാണിച്ചു. പക്ഷേ ഇതൊക്കെ കണ്ടെങ്കിലും ന്യായപ്രമാണപ്രകാരം ഒരു മനുഷ്യനും തൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവിൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് വരാൻ കഴിഞ്ഞില്ല. ദൈവം ഉദ്ദേശിക്കുന്ന നിലവാരത്തിലേക്ക് അവർക്ക് വരാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ളവനെ എന്ത് ചെയ്യുന്നറിയാം? അപ്പോഴാണ് കർത്താവ് എന്താണെന്നറിയാമോ? ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിക്കുവാൻ ജഡത്തിനെ അനുസരിച്ച് നടന്ന മനുഷ്യനെ കൊണ്ട് കഴിയാതിരുന്ന സന്ദർഭത്തിൽ കർത്താവ് എന്തോ ചെയ്തെന്നറിയാമോ? തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് കാൽവറി മരണത്താൽ ന്യായപ്രമാണത്തിന് കഴിയാത്തത് ദൈവം ചെയ്തു തരാനിടയായി. അതാണ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച നീതീകരണമെന്ന് പറയുന്നത്. കർത്താവിൻ്റെ വരവിൽ നമുക്ക് സംഭവിച്ചതായ കാര്യമാണ്. അങ്ങനെയുള്ളവനെ സംബന്ധിച്ച് 8:12 ഒന്ന് വായിച്ചേ. 8:12. അപ്പോൾ ഒരു കാര്യം, രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ സന്നിധി ജീവിക്കുന്ന ഒരു ദൈവപൈതലിന് എന്താ പറ്റിയെന്നറിയാമോ? ന്യായപ്രമാണപ്രകാരം ജഡപ്രകാരം നീതീകരണമൊക്കെ പ്രാപിച്ചു. പക്ഷേ എന്താണെന്നറിയാമോ? നീതീകരണം പ്രാപിച്ചൊക്കെ ഇവൻ്റെ ജീവിതത്തിൽ നിൽക്കുമ്പോഴാണ് അവൻ നോക്കിയാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും: നമ്മളെ ആരെ വീണ്ടെടുക്കാൻ ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല, ജഡത്താലുള്ള ബലഹീനത നിമിത്തം കഴിഞ്ഞില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് പുത്രനായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. ഇത്രയും വർഷങ്ങളെ യാഗകർമാദികൾക്കൊന്നും നമ്മളെ വീണ്ടെടുക്കാൻ കഴിയാതിരുന്നിടത്ത് കർത്താവിൻ്റെ കാൽവറി മരണത്താൽ നമ്മെ വീണ്ടെടുത്തു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആ കാൽവറി മരണത്താൽ വീണ്ടെടുത്ത് കഴിഞ്ഞപ്പോൾ ഇനിയും നമ്മൾ എന്താണെന്നറിയാമോ? കടക്കാരായിരിക്കുന്നത് എന്തിനല്ല? നമ്മുടെ ജഡത്തിലല്ല കടക്കാരായിരിക്കുന്നത്, മറിച്ച് ആർക്കാണ്? ആത്മാവിന്, അഥവാ ദൈവത്തിനോടാണ് നമ്മൾ കടപ്പാടുള്ളത്.
അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, കർത്താവിനോടാണ് എനിക്ക് കടപ്പാടുള്ളതെന്ന് പറയാൻ പറ്റുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ജഡത്തിൻ്റെ ബലഹീനത നിമിത്തമുള്ള മരണം സംഭവിക്കും, എന്നാൽ നമുക്കായിട്ടുള്ള നിത്യജീവൻ നഷ്ടപ്പെട്ടു പോകാൻ ഒരിക്കലും നമ്മൾ ഇടവരുത്തരുത്. ആ നിത്യജീവനായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം കൂടി പറഞ്ഞു നിർത്തിയേക്കാം. ആത്മാവിനാലുള്ള ജീവൻ. ആദ്യത്തെ ഞാൻ പറഞ്ഞത് ജഡത്താലുള്ള മരണമാണ്. രണ്ടാമത് ഞാൻ പറയുന്നത് ആത്മാവിനാലുള്ള ജീവനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ന്യായപ്രമാണം കൊണ്ട് ലഭിക്കാതിരുന്ന നീതീകരണം യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണത്താൽ ലഭിച്ചു. അപ്പോൾ തന്നെ എന്തെന്നെ 10-11 വാക്യം ഒന്ന് വായിച്ചേ. ക്രിസ്തു നിങ്ങൾ ബൈബിളൂടെ സത്യത്തിൽ എൻ്റെ അത് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ പറയും, ഇതൊക്കെ വായിക്കുന്നുണ്ട്, ബൈബിളുള്ളവരത് തുറന്നു വെച്ച് ബൈബിളൂടെ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. മീൻസ് അല്ലെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ ബൈബിൾ ഉണ്ടെങ്കിൽ അത് എടുത്ത് നോക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം അതിൻ്റെ അകത്ത് വല്ലതൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ പോവുകയും ചെയ്യും, നല്ലതുമാണ്. ഒന്ന് വായിച്ചേരാം, ഒന്നുകൂടെ വായിച്ചേരാം. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതല്ലെങ്കിലും ശരീരം എന്ത് ചെയ്യണം? പാപം നിമിത്തം മരിക്കണം. എന്നാൽ ക്രിസ്തു ഉള്ളിലുണ്ടെങ്കിലോ വായിച്ചോ, അതങ്ങ് വായിച്ചോ. ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? എന്തോന്നറിയാമോ? ക്രിസ്തു ഉള്ളിലുള്ളവൻ്റെ കൂടെ ഇപ്പോൾ എന്തോ ഉണ്ട്? അവൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട്? ഹലോ, വേഗത്തിൽ തീർക്കാം. ക്രിസ്തു ഉള്ളിലുണ്ടെങ്കിൽ അവൻ്റെ കൂടെ എന്തോ ഉണ്ടോ? ക്രിസ്തു ഉള്ളിലുള്ളവൻ്റെ എന്തോ ഉണ്ടെന്നാ പറഞ്ഞേ? ഉണ്ടോ? പ്രൈസ്. ക്രിസ്തു ഉള്ളിലുള്ളവനിൽ എന്തുണ്ട്? ആത്മാവുണ്ട്. പിന്നെ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്. ഞാനത് വിശദീകരിക്കാൻ പോകുന്നില്ല. മരിച്ചവനെ ഉയർപ്പിക്കുന്നതിന് ഈ ആത്മാവ് കൊണ്ട് വല്ലതും പ്രത്യേകതയുണ്ടോ എന്നുള്ളത് ചിന്തിച്ചോണം. ഈ ദൈവാത്മാവ് അകത്ത് വന്നാൽ, പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നാൽ വല്ല പ്രയോജനമുണ്ടോ എന്ന് അവിടെ ചിന്തിച്ചോണം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ അപ്പോൾ ഒരു കാര്യമുണ്ട്. രക്ഷിക്കപ്പെട്ട് വിശുദ്ധീകരണത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളിനെ നിത്യതയിൽ എത്തിക്കണമെങ്കിൽ ആരുടെ സഹായം വേണം? ആരുടെ സഹായം വേണം? ഒന്നുകൂടി ഞാൻ പറയാം, നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് നിൽക്കാമോ? രക്ഷിക്കപ്പെട്ട് വിശുദ്ധീകരണത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ ഗ്ലോറിഫിക്കേഷൻ അഥവാ നിത്യതയിൽ എത്തിക്കണമെങ്കിൽ ആരുടെ സഹായം ഉണ്ടെങ്കിലേ പറ്റൂ? ആത്മാവിൻ്റെ സഹായം വേണം. ശാന്തമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച്, നമ്മളെ നയിക്കുന്ന ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിലുണ്ടോ? കേവലം ഒരു വൈകാരിക തലത്തിലുള്ള ഇമോഷണലായിട്ടുള്ള ഒരു ദൈവത്തെ ആരാധിക്കുന്ന ആത്മാവിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എൻ്റെ ജീവിതത്തിനകത്ത് എന്നെ നാൾതോറും ശുദ്ധീകരിച്ച് മുന്നോട്ട് നയിക്കുന്ന ഒരാത്മാവിൻ്റെ ഉള്ളിലുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക. ഈ അപ്പം രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഇനി എങ്ങനെ നടക്കാനൊക്കത്തില്ല? ആർക്ക് കടക്കാരനല്ല അവൻ? ജഡത്തിന് കടക്കാരനല്ല. ഞാൻ ജഡം എന്ന് പറഞ്ഞാൽ തെറ്റല്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ജഡത്തിന് ബലഹീനതയുണ്ട്, അല്ലേ? ജഡത്തെ എന്തിനു ഉപയോഗിക്കാൻ പറ്റും? സത്യത്തിൽ ആരാ ഇത് ഉപയോഗിക്കുന്നത്? ജഡത്തിനെ ബലഹീനതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആരാ? ശാശാണ്. നമ്മുടെ ആത്മാവാണ് സത്യത്തിൽ എവിടെ എന്തോനെ നിയന്ത്രിക്കുന്നത്, അല്ലേ? നമ്മുടെ സോളല്ലേ? നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് നിന്ന് വരുന്ന നിരൂപണങ്ങളല്ലേ നമ്മുടെ ബോഡിയെ തെറ്റായ കാര്യങ്ങളിലേക്ക് നയിക്കുന്നത്, ബലഹീനതകളിലേക്ക് നയിക്കുന്നത്. അപ്പം നമ്മൾ ഈ ബോഡിയോട് കടപ്പെട്ടിരുന്നാൽ, നമ്മൾ ജഡത്തോടെ കടപ്പെട്ടിരുന്നാൽ നമുക്ക് വിശുദ്ധീകരണം പ്രാപിച്ച് നിത്യതയിലേക്ക് പോകാൻ കഴിയുകയില്ല. നിത്യതയിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണം ആവശ്യമാകയാൽ പ്രാർത്ഥന ഇങ്ങനെ ആയിരിക്കട്ടെ: കർത്താവേ, ഞാൻ ഒരിടത്തു നിന്ന് യാത്ര പുറപ്പെട്ടു, നടുക്ക് ഞാൻ നിൽക്കുകയാ. ഇനി ആ നിത്യജീവങ്കിലേക്ക്
ഞാൻ പോകുന്നതിന് തടസ്സമായിട്ടുള്ള കാര്യങ്ങളെ എൻ്റെ ഹൃദയത്തിൽ ഒന്ന് വെളിപ്പെടുത്തി തരണമേ എന്ന് ഈ ഞായറാഴ്ച കർത്താവിനോട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുള്ളവർ നല്ലവണ്ണം സന്തോഷത്തോടെ രാമേൻ പറഞ്ഞ്, നിത്യത വേണമെന്ന് ആഗ്രഹമുള്ളവർ രാമേൻ പറഞ്ഞ ദൈവങ്ങളെ, ഒരു കരങ്ങൾ ഉയർത്തി ഒരു സന്തോഷത്തോടെ രാമേൻ പറഞ്ഞ ദൈവങ്ങളെ. നിത്യത വേണ്ടേ? നമുക്ക് നിത്യതയിൽ എത്തണ്ടേ? നമ്മൾ തുടങ്ങുകയും ചെയ്തു, എങ്ങും എത്താതെ ഈ ജഡത്തിന് വീണ്ടും നമ്മൾ കീഴ്പ്പെട്ടിട്ട്, കർത്താവേ എൻ്റെ നിത്യജീവൻ നഷ്ടപ്പെട്ടു പോകാൻ, എൻ്റെ നിത്യജീവനിലേക്ക് എത്തുന്ന വഴി നഷ്ടപ്പെട്ടു പോകാൻ ഇടവരുത്തരുതേ എന്ന് ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആത്മാവ് അന്ന് അപ്പം നമ്മൾ ദൈവത്തോട് പറയും, കർത്താവേ ഇച്ഛിക്കാത്ത തിന്മ, ഞാൻ ആഗ്രഹിക്കാത്ത തിന്മയല്ല ഞാൻ ചെയ്യുക, എനിക്കൊരിക്കലും ആഗ്രഹമില്ലെന്നൊന്നും ചെയ്യാൻ എന്ന് പറയുമ്പോൾ കർത്താവ് നമ്മളോട് പറഞ്ഞു തരുന്ന മറുപടി എന്താണെന്നറിയാമോ? മോനെ, നിന്നെ ഞാൻ നീതീകരിച്ച് നിർത്തിയപ്പോൾ എനിക്കൊരു കാര്യം അറിയായിരുന്നു, നിന്നെക്കൊണ്ട് തന്നെ ഈ വിശുദ്ധീകരണം നടക്കത്തില്ല. ഞാൻ എന്താണ് ചെയ്തതെന്നറിയാമോ? നീ വിശുദ്ധീകരിക്കപ്പെടാൻ എൻ്റെ ആത്മാവിനെ ഞാൻ നിന്നിൽ പകർന്നു. അതിൻ്റെ അനുഭവം കിട്ടിയിട്ടുള്ള പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചവർക്ക് ഒരു ആമേൻ പറയോ? അന്യഭാഷ പറയുന്നവരുടെ കാര്യമല്ല, ഈ ആത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ സന്തോഷത്തോടെ ഓരൊക്കെ ഒരു ആമേൻ പറഞ്ഞേ. നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവം നമുക്ക് എന്തോനെ കൂടെ തന്നത്? നമുക്ക് തന്നെ ജഡത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കാൻ പറ്റത്തില്ല എന്നറിയാവുന്നത് കൊണ്ട് ദൈവം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് തന്നു. ഈ ആത്മാവ് ഉള്ളിൽ വന്നപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പൗലോസ് ഇങ്ങനെയാണ് പറഞ്ഞത്, സ്തോത്രം, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറയുമോ? ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവർത്തികളെ എന്ത് ചെയ്യാം? മരിപ്പിക്കാം. അങ്ങനെ ഒരാഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? കർത്താവേ, ഞാൻ അഭിഷേകം പ്രാപിച്ചതാ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചതാ, ഒരിക്കൽ ഞാൻ രക്ഷിക്കപ്പെട്ടതാ, എന്നാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ജഡത്തെ അനുസരിച്ച് ഞാൻ ജീവിച്ചാൽ എൻ്റെ രക്ഷ നഷ്ടപ്പെടും. ഹല്ലേലൂയ. ഇന്ന് പലരും ധരിച്ചിരിക്കുന്നത് രക്ഷിക്കപ്പെട്ടതിന് ശേഷം എങ്ങനെ നടന്നാലും മതി, എങ്ങനെ പോയാലും മതി, നിത്യജീവൻ ലഭിക്കുമെന്ന. നടക്കത്തില്ല. വിശുദ്ധീകരണത്തിലൂടെ പോയെങ്കിൽ മാത്രമേ നിത്യജീവൻ പ്രാപിക്കാൻ പറ്റൂ. പെന്തക്കോസുകാരെല്ലാവരും നിത്യജീവനെ പ്രാപിക്കുമോ എന്ന് ചോദിച്ചാൽ പേരെടുത്ത് പെന്തക്കോസിൻ്റെ പേര് കൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് താഴ്മയോടെ കർത്താവിനോട് ഇങ്ങനെ പറയാം, കർത്താവേ, വിശുദ്ധീകരിക്കപ്പെടേണ്ട ഇടങ്ങളിൽ എൻ്റെ ജഡത്തെ വിശുദ്ധീകരിക്കാൻ ബലഹീനനായ എന്നോട് അങ്ങനെ ആത്മാവിനൊരു കരുണ തോന്നണേ, എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ, അത് ബോധപൂർവമായി മരിപ്പിക്കാൻ എനിക്കൊരു കൃപ തരണേ. ഉഷാറബാന ഹത്തുനാജാന. ഇന്ന് പകൽക്കാലം ഇങ്ങനെ പറയാമോ? നിങ്ങളുടെ ജഡത്തോടെ പോരാടുന്ന ശക്തികളോട് പറ, എന്നെ നീതിമാനായി നിർത്തിയത് എൻ്റെ ദൈവമാകയാൽ, എന്നെ വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകയാൽ, എനിക്കിന്ന് പകൽക്കാലം നഷ്ടപ്പെടുത്താൻ നിത്യജീവനില്ല, എനിക്കത് പ്രാപിച്ചേ മതിയാവത്തുള്ളൂ. ദൈവമേ, നീ എന്നെ നീതീകരിച്ച് അങ്ങയുടെ മകനാക്കി, എന്നാൽ എൻ്റെ ശരീരത്തിൻ്റെ പ്രവൃത്തികൾ എനിക്ക് വാഗ്ദത്തം ചെയ്ത നിത്യജീവനിൽ നിന്ന് എന്നെ അകറ്റിക്കളയുമ്പോൾ എനിക്കതിൻ്റെ മേലൊരു ജയം പ്രാപിപ്പാൻ ഈ ആത്മാവിൻ്റെ ശക്തി എനിക്ക് നൽകി തരണമേ. കർത്താവ് ഇന്ന് പകൽക്കാലം പറയുന്ന വാക്ക് മറുപടി ഇങ്ങനെയാണ്, മോനെ, നിന്നെ ഞാൻ നീതീകരിച്ചപ്പോൾ അപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു നിനക്ക് തന്നെ ഈ ശരീരത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കുവാൻ കഴിയുകയില്ല. ആയതിനു വേണ്ടിയാണ് എൻ്റെ ആത്മാവിനെ നിൻ്റെ ഉള്ളിൽ ഞാൻ നൽകിയത്. ആയതിനാൽ ആത്മാവിൽ ശരീരത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിത്യജീവൻ പ്രാപിക്കുവാനിടയാകും. അങ്ങനെ ഒരു നിത്യജീവൻ ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? നിങ്ങളുടെ നാവുകളെ തുറന്ന് കണ്ണുകളെ അടച്ചൊന്ന് പ്രാർത്ഥിച്ച്, ഈ വചനം കേട്ടവരും മനസ്സിലാക്കിയവരും ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾ ഒരുപക്ഷെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജഡം നിങ്ങളോട് പറയും, നീ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്തോ പ്രയോജനം, നീ ഇങ്ങനെ ദൈവത്തോട് അപേക്ഷിച്ചിട്ട് എന്താ പ്രയോജനം? ആ ജഡത്തിനോട് നീ പറയേണ്ട മറുപടി ഇങ്ങനെയാണ്, ഞാൻ ബോധപൂർവമായി എൻ്റെ ശരീരത്തിൻ്റെ പ്രവർത്തികളെ ആത്മാവിൽ മരിപ്പിക്കുകയാണ്. എന്നെ സ്തുതിക്കാൻ അനുവദിക്കാത്ത പിശാചേ, ഇന്ന് പകൽക്കാലം അത് പറയാൻ ആഗ്രഹമുള്ളവർ നിങ്ങളുടെ നാവ് കൊണ്ട് പറ, എൻ്റെ ദൈവത്തെ സ്തുതിക്കാൻ എൻ്റെ നാവിനെ അനുവദിക്കാത്ത പിശാചേ, ഈ ശരീരം നിത്യതയിലേക്ക് പോകാനുള്ള എൻ്റെ ആത്മാവിൻ്റെ കൂട്ടാളിയായി ഉള്ള ശരീരമേ, നിന്നോട് ഞാൻ പറയുന്നു, എനിക്കൊരു നിത്യജീവൻ പ്രാപിക്കാനുണ്ട്. ഗ്ലോറി ടു ദ ലോർഡ്, ഗ്ലോറി ടു ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
എൻ്റെ ജഡീക താല്പര്യങ്ങൾക്ക് ഇനിയും ഞാൻ കീഴ്പ്പെടുകയില്ല. കാരണം ഞാൻ കടക്കാരനായിരിക്കുന്നത് എൻ്റെ ജഡത്തോടല്ല. ആർക്കും എന്നെ രക്ഷിക്കാൻ കഴിയാതിരുന്നപ്പോൾ, ന്യായപ്രമാണത്തിൽ എന്നെ വിടുവിക്കാൻ കഴിയാതിരുന്നപ്പോൾ, എന്നെ വിടുവിച്ച എൻ്റെ ശരീരത്തിൻ്റെ ബലഹീനത നിമിത്തം എന്നെ ആർക്കും വിടുവിക്കാൻ കഴിയാതിരുന്നിടത്ത് എന്നെ വിടുവിച്ചത് ലോകത്തിലെ മറ്റാരുമല്ല, എൻ്റെ കർത്താവ് എന്നെ വിടുവിച്ചതിനാൽ എനിക്ക് നിത്യജീവൻ വേണം. ആ നിത്യജീവൻ വേണമെന്ന് ആഗ്രഹമുള്ളവർ ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ചു. നിങ്ങൾ തന്നെ പേഴ്സണലായി ഒരു മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിട്ടുതരാം. നിങ്ങൾ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ രക്ഷയുടെ ഏത് അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഓർത്ത് കർത്താവിനോടൊന്ന് പറഞ്ഞേ, കർത്താവേ, വിശുദ്ധീകരണത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഞാൻ ജഡത്തിനൊരു കടക്കാരനായിരിക്കാതെ, ജഡത്തിനു വേണ്ടി ചിന്തിക്കാതെ, ജഡികമായ താല്പര്യങ്ങൾ, ജഡികമായ പല പ്രശ്നങ്ങൾ, അതിൻ്റെ താല്പര്യങ്ങൾ എൻ്റെ ജഡത്തിൽ നിന്നും വിട്ടിട്ട് എനിക്കൊരു നിത്യജീവനുള്ളതിനാൽ, ആ ഇറ്റേണൽ ലൈഫ് ഉള്ളതിനാൽ ആ നിത്യജീവനിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ, കർത്താവേ, ആത്മാവിനാൽ ഈ ജഡത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കാൻ എനിക്ക് ഒരു കൃപ തരണേ. ബോധപൂർവമായി നിങ്ങളുടെ ആത്മാവിന്, ദൈവാത്മാവിന് നിങ്ങൾ സ്വാതന്ത്ര്യം വിട്ടുകൊടുത്താൽ ഈ ആത്മാവ് ഇന്നു മുതൽ പ്രവർത്തിക്കും. ഇന്നു മുതൽ ഈ ആത്മാവിൻ്റെ പ്രവൃത്തി നിങ്ങൾക്ക് അനുഭവിച്ചറിയാം. അതറിയണമെന്ന് താല്പര്യമുള്ളവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ പോകുകയാണ്. കർത്താവ്, ആത്മാവിനാൽ ഈ പ്രവൃത്തികളെ, ഈ ആത്മാവിനാൽ എൻ്റെ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ സ്തോത്രം മരിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ ജീവനുള്ളതിനെ കൊല്ലത്തക്കവണ്ണം കഴിയണമെങ്കിൽ നിന്നെക്കൊണ്ട് പറ്റത്തില്ല. ഇടയ്ക്കിടയ്ക്ക് നീ യാഗം കഴിച്ച് സ്തോത്രം ചെയ്ത് ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് ആരാധന കഴിഞ്ഞ് ഒരു സമർപ്പണം കഴിഞ്ഞ് നീ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ വീണ്ടും നിൻ്റെ ഉള്ളിൽ ജഡത്തിൻ്റെ അഭിലാഷങ്ങളും ജഡത്തിനനുസരിച്ച് യാത്ര ചെയ്യാനും നിൻ്റെ മനസ്സിനെ പിടിച്ചടക്കുന്നതിൻ്റെ നടുവിൽ നിനക്ക് തന്നെ കഴിയത്തില്ല മോനെ, നിനക്ക് തന്നെ കഴിയത്തില്ല മകളെ, പിതാവേ, മാതാവേ, നീ പറയേണ്ടത് ഇങ്ങനെയാണ്: ആത്മാവിനാൽ എൻ്റെ ജഡത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കാൻ എനിക്കൊരു ദൈവകൃപ ആവശ്യമാണ്. അത് മരിപ്പിച്ചെങ്കിൽ മാത്രമേ നിത്യജീവൻ പ്രാപിക്കാൻ കഴിയൂ. നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. എന്നോട് ചേർന്ന് താല്പര്യമുള്ളവർ പ്രാർത്ഥിച്ചു. ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നിത്യജീവനെ പ്രാപിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് ഇന്ന് ഞങ്ങൾക്ക് ചിന്തിക്കാനിടയായല്ലോ. ഒരിക്കൽ നീതീകരണം തന്ന് ഞങ്ങളെ എന്ന് വിശുദ്ധീകരണത്തിൻ്റെ പാതയിൽ നിർത്തിയിരിക്കുന്ന ദൈവത്തിന് നന്ദി. ഞങ്ങൾക്ക് വേണ്ടി മുന്നിൽ ഒരു മഹത്വീകരണമുള്ളതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവത്തോടുള്ള അകൽച്ചയുടെ നടുവിൽ ആത്മീക മരണവും ശാരീരിക മരണവും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു. എന്നാൽ കർത്താവ് ഞങ്ങളുടെ ഉള്ളിൽ വന്നപ്പോൾ ഞങ്ങളുടെ ആത്മീക മരണം മാറി. ജഡത്തിനകത്ത് അങ്ങയുടെ ആത്മാവ് വസിച്ചു, ക്രിസ്തു വസിച്ചു, ഞങ്ങൾ മന്ദിരമായി മാറി. അന്നു മുതൽ ഞങ്ങൾ കാത്തിരിക്കുന്നത് ഒരു ഗ്ലോറിഫിക്കേഷന് വേണ്ടിയാണ്, ഒരു മഹത്വീകരണത്തിന് വേണ്ടിയാണ്. ഇന്ന് ഞങ്ങൾക്ക് രോഗമുണ്ട്, ഇന്ന് ഞങ്ങൾക്ക് കഷ്ടതയുണ്ട്, ഇന്ന് ഞങ്ങൾക്ക് ഇമോഷൻസ് ഉണ്ട്, ഒത്തിരി പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നന്മകളും എല്ലാം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ദൈവമേ, ഈ ലോകത്തിൽ ലഭിക്കുന്ന ജഡത്തിൻ്റെ താല്പര്യങ്ങൾക്കൊത്തവണ്ണം സഞ്ചരിക്കാതെ നിത്യജീവന് വേണ്ടി സഞ്ചരിപ്പാൻ ആത്മാവിനാൽ ഞങ്ങളുടെ ജഡത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിച്ച് മുന്നോട്ട് പോകാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. സന്തോഷമുള്ളവർക്ക് കരങ്ങൾ ഉയർത്തി ആമേൻ പറയാം. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെല്ലാം ധാരാളം അനുഗ്രഹിക്കട്ടെ. തുടർന്ന്